നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് കേട്ടോ. സാമ്പാറിന് വേണ്ട നാളികേരമാണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മൂടി നാളികേരം ചെറിയിട്ടുണ്ട്. ഒന്ന് നല്ലോണം വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഒരു പൊട്ട് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വറുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് കേട്ടോ. സാമ്പാറിന് വേണ്ട നാളികേരമാണ് വറുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മൂടി നാളികേരം ചെറിയിട്ടുണ്ട്. ഒന്ന് നല്ലോണം വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഒരു പൊട്ട് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വറുത്ത ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മല്ലിപ്പൊടി 2.5 സ്പൂൺ ഇട്ട്, മുളക് പൊടി 1.5 സ്പൂണ്, രണ്ടും കൂടെ നമ്മളൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തത് ഇതിൽ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക, സവോള, ഇത് രണ്ടും കൂടെ നല്ലോണം എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് പരിപ്പും ക്യാരറ്റും പാവയ്ക്കും എല്ലാം കൂടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ കുക്കറിലുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പരിപ്പും പച്ചക്കറികളും എല്ലാം കൂടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലോണം വെന്ത് വരട്ടെ. നമുക്ക് മസാല ഒഴിച്ച് കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. മസാല ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെച്ച മസാലയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പുളി കൂടെ ഒഴിച്ച് കൊടുക്കാം. പുളി കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കടുക് തളിച്ച് കൊടുക്കാം. നമ്മൾ കടുക്, പച്ചമുളക്, കറിവേപ്പില, ഒരു പൊട്ട് ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് താളിച്ച് കൊടുക്കും. സാമ്പാർ പൊടി ഇതിൽ നമ്മൾ കായം വന്നിട്ട് കട്ടക്കായമാണ്. അതുകൊണ്ട് ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് വന്നിട്ട് ഓക്കെ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് വെണ്ടയ്ക്ക സാമ്പാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നന്നായിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.